നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വിഷയത്തിലേക്കാണ് കടക്കുന്നത്. രക്ഷിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളെ രക്ഷിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്ക് തന്നെയല്ലേ? അത് കൃത്യമായിട്ട് അങ്ങനെ സംരക്ഷിക്കാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലൊരു നിയമം ഉണ്ടായി. ആ നിയമമാണ് വൃദ്ധജനങ്ങളെയും രക്ഷിതാക്കളെയും സംരക്ഷിക്കുന്ന നിയമം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാതെ വരുമ്പോൾ, ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യാതെ വരുമ്പോഴാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ കുട്ടികളെ സംരക്ഷിക്കുന്നത് രക്ഷിതാക്കളാണ്. നമ്മൾ കൊച്ചുകുട്ടികളാകുമ്പോൾ നമുക്ക് എത്രത്തോളം കെയർ തന്നാണ് നമ്മളെ രക്ഷിതാക്കൾ നമ്മളെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത്. നമ്മൾ വലുതാകുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം നമ്മളെ പാടെയും മറന്നു പോകുന്നു. ഇന്ന് നമ്മൾ പലയിടത്തും കാണാറുണ്ട്, രക്ഷിതാക്കളെ മക്കൾ ഉപദ്രവിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഒരു നിയമം തന്നെ ഉണ്ടായി എന്ന് പറയേണ്ടിയിരിക്കുന്നത്. നിയമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ടാകും. അതാണ് നിയമം എന്ന് പറയുന്നത്. ശിക്ഷയെന്ന് പറയുന്നത് ചിലപ്പോൾ ജയിലാവാം, ചിലപ്പോൾ പെനാൽറ്റി ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇങ്ങനൊരു നിയമം വരുമ്പോൾ നമ്മൾ എത്രത്തോളം താഴ്ന്നു പോകുന്നു എന്നുള്ളതാണ്. കാര്യം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രക്ഷിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കുന്ന നിയമം. നമ്മളൊരു നിയമം ഉണ്ടായിട്ട് വേണോ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടത്? നമുക്ക് ജന്മം തന്ന് നമ്മളെ വളർത്തി വലുതാക്കി ഒരു പരുവം വരെ കൊണ്ട് എത്തിച്ച നമ്മളുടെ ഉത്തരവാദിത്വമല്ലേ ആ രക്ഷിതാക്കളെ സംരക്ഷിക്കേണ്ടത്? അത് നമ്മൾ തിരിച്ചറിയണ്ടേ? ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ വൃദ്ധസദനങ്ങൾ ധാരാളം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പഞ്ചായത്ത് തോറും വൃദ്ധസദനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വൃദ്ധസദനങ്ങൾ ഇങ്ങനെ നാൾക്കുനാൾ വളർന്നുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ കൂടുതലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൻ്റെ പുരോഗതി എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിൻ്റെ പുരോഗതിയല്ല, നമ്മുടെ നാട് അധപ്പതിക്കുകയാണ്. നമുക്ക് ജന്മം തന്ന് നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മളെ രക്ഷിതാക്കളെ നമ്മൾ സംരക്ഷിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നത്. ഈ നിയമങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ രക്ഷിതാക്കൾക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ നൽകുന്നൊരു നിയമമാണിത്. ഇപ്പോൾ ചെലവിന് കൊടുക്കാത്ത മക്കൾ, രക്ഷിതാക്കളെ ചെലവിന് കൊടുക്കാത്ത മക്കൾ, അല്ലെങ്കിൽ രക്ഷിതാക്കളെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന മക്കൾ, അവർക്കൊക്കെ അഭയം ഈ വൃദ്ധസദനങ്ങളാണ്. പക്ഷേ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രക്ഷിതാവിന് അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും അവരുടെ മക്കൾക്ക് സ്വത്തുക്കൾ അവർ ഇരിക്കുമ്പോൾ എഴുതി കൊടുത്ത സ്വത്തുക്കളൊക്കെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അസാധുവാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തിലായിരിക്കും ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും വേണ്ട, നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് ഒരു വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കും. പക്ഷേ ആ അമ്മ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ആ അച്ഛൻ വിചാരിച്ചാൽ, നിങ്ങൾക്ക് എഴുതി തന്ന സ്വത്തുക്കൾ നിങ്ങളതിനകത്ത് ഒരുപക്ഷെ വീട് വെച്ചെന്നിരിക്കാം, ആ സ്വത്തുക്കളൊക്കെ അമ്മയുടെ പേർക്ക് വീണ്ടും തിരിച്ചെത്തുന്ന ഒരു സംവിധാനം ഈ നിയമത്തിലുണ്ടെന്ന് എത്ര പേർക്കറിയാം? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതി തന്ന സ്വത്തുവകളെല്ലാം അസ്ഥിരപ്പെടുത്താൻ ഈ നിയമം രക്ഷിതാക്കളെ സഹായിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ നിയമത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്, ഇതൊന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും നിങ്ങൾ രക്ഷിതാക്കളെ തള്ളിക്കളയാതെ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ നിങ്ങൾക്ക് ജന്മം തന്ന, നിങ്ങളെ വളർത്തി വലുതാക്കി ഇത്രയുമാക്കിയ രക്ഷിതാക്കളെ നിങ്ങൾ ഒരിക്കലും കൈവിടരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും കർക്കശമായിട്ടുള്ള വകുപ്പുകൾ അതിനകത്ത് കൊണ്ട് ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അവർക്ക് ചെലവിന് വേണം, രക്ഷിതാക്കൾക്ക് ചെലവിന് വേണം. അതിനാര് പൈസ കൊടുക്കും? മക്കൾ അത് വീതിച്ചു കൊടുക്കേണ്ട ഒരു വകുപ്പും ഇതിനകത്തുണ്ട്. മാക്സിമം 10,000 രൂപ വരെ മക്കളിൽ നിന്ന് ഈടാക്കിയെടുക്കാനൊരു സെക്ഷൻ വരെ ഈ നിയമത്തിലുണ്ട്. പക്ഷേ എത്ര രക്ഷിതാക്കളാണ് ഈ നിയമത്തിൻ്റെ പുറകെ പോകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 90% രക്ഷിതാക്കളും ഈ നിയമം അതിൻ്റെ പുറകെ പോവാറില്ല. കാര്യം അപ്പോഴും അവർക്ക് വലുത് മക്കളാണ്. ഈ 90% രക്ഷിതാക്കളും ഒരു അധികാര കേന്ദ്രങ്ങളിലും മക്കൾക്കെതിരെ യാതൊരു കേസുകളും കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇനി വരുന്ന തലമുറയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾക്ക് ജന്മം തന്ന, നിങ്ങളെ വളർത്തി വലുതാക്കി
ഇതുവരെ എത്തിച്ച രക്ഷിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. അത് വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങളെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന സ്നേഹം, അതാണ് ഏറ്റവും വലുത്. അത് നിങ്ങൾ അവർക്ക് കൊടുക്കുക. താങ്ക് യു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.